ചേർത്തലയിലെ സജിയുടെ മരണത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ചേർത്തല മനോരമ കവല സ്വദേശി വി.സി. സജിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഭർത്താവ് സോണിയുടെ മർദ്ദനത്തിലാണ് സജിക്ക് പരിക്കേറ്റതെന്നാണ് മകളുടെ പരാതി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഭർത്താവിന്റെ മർദ്ദനം തന്നെയാണ് മരണകാരണമെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഈ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഏറെ നിർണായകം. എപ്പോഴത്തേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് വിവരം? അപർണ, അല്പസമയം മുമ്പാണ് സജിയുടെ മൃതദേഹം ചേർത്തല സെന്റ് മേരീസ് ഫറോന പള്ളി സെമിത്തേരിയിൽ നിന്ന് പോലീസ് പുറത്തെടുത്തത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർഡിയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ്. ഒപ്പം മകൾ മിഷ്മയും ഇവിടെയുണ്ട്. മിഷ്മയുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം പോലീസ് പുറത്തെടുത്തത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇത് ചേർത്തലയിലെ വീട്ടിൽ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ ഈ സജിയെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ ഏകദേശം 1 മാസത്തോളം കോമ സ്റ്റേജിൽ ചികിത്സയിൽ തുടർന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത്. ഞായറാഴ്ച അവിടെ സംസ്കാരവും നടന്നു. ഈ സംസ്കാരത്തിന് ശേഷമാണ് ഈ മകൾ മിഷ്മ ഇന്നലെ ചേർത്തല പോലീസിനെ സമീപിക്കുന്നതും അമ്മയുടെ മരണം കൊലപാതകമാണെന്ന പരാതി നൽകുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ മൊഴിയാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായി വരികയും മൃതദേഹം പുറത്തെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ചേർത്തല പോലീസിനെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും നാളെയാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാകാൻ ഉള്ള സാധ്യത. പക്ഷേ ബന്ധുക്കളോടും ഒപ്പം തന്നെ ഈ അയൽവാസികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നിരന്തരം സോണി സജിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരൊക്കെയും സ്ഥിരീകരിക്കുന്നുണ്ട്. സഹോദരൻ പറയുന്നത് മുകളിലത്തെ നിലയിൽ, അതായത് ഈ കുട്ടി അമ്മയെ മർദ്ദിക്കുന്നത് മകൾ കണ്ടു എന്നുള്ളതാണ് സോണിയുടെ സഹോദരൻ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സജിയുടെ സഹോദരൻ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല, മുകളിലത്തെ നിലയിൽ വെച്ച് മുടിക്ക് ചുറ്റിപ്പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിച്ചതിനു ശേഷം പിന്നീട് മുകളിലത്തെ നിലയിൽ നിന്ന് അച്ഛൻ അമ്മയെ എടുത്ത് താഴേക്ക് ഇടുകയായിരുന്നു എന്നുള്ള മൊഴിയാണ് ഈ മിഷ്മ നൽകിയിട്ടുമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നിട്ടുള്ളത്. എന്തായാലും കോമ സ്റ്റേജിലായിരുന്നത് കൊണ്ട് തന്നെ ചികിത്സയിലിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും പോലീസിന് മറ്റൊരു രീതിയിലുള്ള ആശുപത്രിയിലോ മറ്റിടങ്ങളിലോ അത്തരത്തിലുള്ള യാതൊരുവിധ സംശയങ്ങളിലോ അപകടത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പക്ഷേ ഈ മകളുടെ മൊഴിയാണ് ഇപ്പോൾ കേസിൽ നിർണായകമായി മാറിയിരിക്കുന്നത്. മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ. പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കൊല്ലപ്പെട്ട റീനയുടെ ഭർത്താവ് മനോജിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മക്കളുടെ മുന്നിലിട്ടാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. 2014 ഡിസംബർ 28 പുലർച്ചെയായിരുന്നു സംശയത്തെ തുടർന്ന് ഭാര്യ റീനയെ ഭർത്താവ് മനോജ് കൊലപ്പെടുത്തിയത്. ഇഷ്ടികയും ലിവറും ഉപയോഗിച്ചും ക്രൂരമായി മർദ്ദിച്ചായിരുന്നു കൊലപാതകം. റീനയുടെ മാതാവിന്റെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ അതിക്രമം. സംഭവത്തിൽ മക്കളും റീനയുടെ അമ്മയും സാക്ഷിയായ കേസിൽ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിരീക്ഷിച്ചു. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. കൊലപാതകം നടന്ന് 11 വർഷത്തിനു ശേഷമാണ് കോടതി വിധി പറയുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.